ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാക്കി വന്ന പുട്ട് വെച്ചിട്ട് ഒരു അടിപൊളി ഉപ്പുമാവ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇനി പുട്ടൊന്നും ബാക്കി വന്നാൽ കളയാൻ നിൽക്കണ്ട. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട, സവാള ഒരു പകുതി സവാള മതി. മുട്ട നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ ഉണക്കമുളക്, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനങ്ങളാട്ടോ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് പുട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്തോരം പുട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പുട്ടിന് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കണം, എന്നാലാണ് രുചി ഉണ്ടാകുള്ളൂ. ഇനി നമുക്ക് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് ആ സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. സവാള ഒരുപാടൊന്നും വേണ്ട, പകുതി സവാള മതി. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഈ സവാളയുടെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 3 മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ എരിവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇടാം. എരിവ് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അതനുസരിച്ചുള്ള എരിവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ എരിവ് അതനുസരിച്ച് കുറയ്ക്കണം. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് വിചാരിച്ച് നമുക്ക് മുതിർന്നവർക്കും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. രാവിലെ നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കാം. അപ്പം രാവിലെ ഇപ്പോൾ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടായിരിക്കുമല്ലോ പോകുന്നത്. അപ്പം മിക്കവാറും പുട്ടൊക്കെ ബാലൻസ് ഉണ്ടാകും. ഇപ്പോൾ വൈകുന്നേരം വരെ വരുമ്പോൾ അവർക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും പിള്ളേരൊക്കെ കഴിക്കും. ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് മുട്ട വേവാനൊന്നും നിൽക്കണ്ട. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടിച്ച പുട്ടിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ പുട്ടിട്ട് ഇളക്കുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞു വരും. അപ്പോൾ ആ കുഴഞ്ഞു വരുന്നത് കൊണ്ട് നമ്മളതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്, അതായത് ഈ കുഴച്ചിലൊക്കെ ഒന്ന് മാറി പുട്ട് വേർവിട്ട് വരണം. അത്ര നേരം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. മുട്ട ആയതുകൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കൈ വിടാതെ ഇളക്കണം. 10 മിനിറ്റ് വേണ്ട, അതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാം. രാവിലെയും നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പുട്ടിന് കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. പിന്നെ അത് ചെറിയ ചൂടിനെ തന്നെ നമ്മൾ കഴിക്കണം. ചൂടായിരിക്കാൻ ഈ മുട്ട ഉള്ളതുകൊണ്ട് തന്നെ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല ചെറിയ ചൂടിനെ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഞാനിവിടെ ബാലൻസ് ഒരു പുട്ട് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. പിന്നെ നമുക്കിത് പാത്രത്തിലേക്ക് വിളമ്പാം. കാരണം കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്, അവർ സ്കൂളിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഇത് പാത്രത്തിൽ വിളമ്പി വെച്ച് കൊടുക്കാം. ചായ തിളയ്ക്കാനുള്ള സമയം പോലും അവരെനിക്ക് തന്നില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെ അവരത് കഴിച്ച് പാത്രം കാലിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് അത്രയ്ക്ക് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്